അയൺ ഫിറ്റ് കരാട്ടെ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇന്റർ ഡോജോ ചാമ്പ്യൻഷിപ്പ് മത്സരം സംഘടിപ്പിച്ചു. വരാൻ പോകുന്ന ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവൽ ക്യൂ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ മുന്നോടിയായി അയൺ ഫിസ്റ്റ് കരാട്ടെ അക്കാദമി ഇന്റർ ഡോജോ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തച്ചമ്പാറ വ്യാപാരി ഭവനിൽ നടന്ന മത്സരങ്ങൾ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ഒരു കരാട്ടെ ക്ലാസ് സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കരാട്ടെ അധ്യാപകരായി ഇവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അയൺ ഫിസ്റ്റ് കരാട്ടെ എന്ന നാമധേയത്തിൽ തുടക്കം കുറിച്ച് ഇന്ന് പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും വേരോട്ടം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കുട്ടികളെ ശാരീരികമായും മാനസികമായും പിന്നെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങളിൽ തന്നെ ഇതേപോലെയുള്ള കരാട്ടെ ക്ലാസ് പോലെ മാനസിക വികാസം ഉണ്ടാക്കുന്ന, ശാരീരിക വികാസം ഉണ്ടാക്കുന്ന ഒട്ടനവധി സംഘടനകളുണ്ട്. സ്കൗട്ട് ഗൈഡുകള്, അതുപോലെ തന്നെ LCC, അതുപോലെ തന്നെ റെഡ് ക്രോസ്, അതുപോലെ തന്നെ കുട്ടി പോലീസ് ഉൾപ്പെടെ വിദ്യാലയ തലത്തിൽ കായിക പരിശീലനം ലഭ്യമാക്കുന്നതിന് വേണ്ടി മാനസികമായി കുട്ടികളെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ സംഘടനകളാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ കരാട്ടെ ക്ലാസ്സുകൾ. ഞാനിപ്പോ ഇവിടെ സൂചിപ്പിക്കുകയാണ്, എന്റെ മകൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനീ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കൂല, അവിടെയും ഇവിടെയും തുള്ളിച്ചാടി ഇങ്ങനെ നടക്കും. അപ്പൊ അവനെ കൂടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകനെ കൂടി ഈ കരാട്ടെ ക്ലാസ്സിൽ ചേരാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിനന്ദിക്കുകയാണ്. അവനെ കൂടി ഞാനിതിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ഒരംഗമാക്കിയിട്ട് മാറ്റാൻ ഞാൻ ഇന്നു മുതൽ തയ്യാറാവുകയാണ്. അടുത്ത ദിവസം തന്നെ അവൻ നിങ്ങളുടെ സാന്നിധ്യമായിട്ട് ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ആധുനിക സാഹചര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തന്നെ ഒട്ടേറെ ഈ സമൂഹത്തിന് വിഭക്താകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും TV മാധ്യമങ്ങളിലൂടെയും കണ്ടു. ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ കണ്ടുവരുന്ന രാസലഹരിയുടെ അമിതമായ ഉപയോഗം. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഒരുപാട് വിപത്ത്. തിരുവനന്തപുരം ജില്ലയിലെ ഈ മകൻ 10-18 വയസ്സായ ഒരു ആൺകുട്ടി ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ അവന്റെ അനുജനെയും ചുറ്റുക കൊണ്ട് അടിച്ചു കൊന്ന ഒരു വാർത്ത നമ്മൾ വളരെ ഞെട്ടലോടാണ് കേട്ടത്. നമ്മുടെ മക്കള് എങ്ങനെയാണ് തിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ തിരിഞ്ഞു പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തുണ്ടാകുന്ന പ്രദേശങ്ങളിൽ, സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ കരാട്ടെ പോലെയുള്ള കായിക വിദ്യാഭ്യാസം നൽകുന്ന പരിപാടികൾ ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ് എന്ന് പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. എന്നാൽ ചെറിയ 4 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിന് പരിശീലനം നൽകുന്നത്. ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇവിടെ പ്രായപരിധിയില്ല. 4 വയസ്സ് മുതൽ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടത്ര പരിശീലനം നൽകുന്ന ഒരു കായിക പരിശീലനമാണ് കരാട്ടെ എന്നുള്ളത്. നിങ്ങളെ ചേരുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ചേരുന്നതിന് മുമ്പുള്ള മാനസിക വികാസമാണോ ഇപ്പൊ നിങ്ങൾക്കുള്ളത്? ആണോ? വ്യത്യാസമല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യാതെ നമ്മുടെ മനസ്സിൽ അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മൾ കരാട്ടെ വിദ്യാഭ്യാസത്തിലൂടെ, കരാട്ടെ കായിക പരിശീലനത്തിലൂടെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നമ്മുടെ മനസ്സ് മാറ്റിയെടുത്തു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മൾ ഈ കരാട്ടെ ക്ലാസ്സിലൂടെയാണ്. കരാട്ടെ അധ്യാപകന്റെ പരിശീലനം കൊണ്ടാണ്, കരാട്ടെ അധ്യാപകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് തന്നെ മാനസികമായിട്ടുള്ള ഒരു മാറ്റങ്ങൾക്ക് ഈ കരാട്ടെ ക്ലാസുകൾ ഉപയോഗപ്രദമായി എന്ന് പറഞ്ഞാൽ അതിന് സംശയമില്ല, ഈ കാര്യത്തിൽ സംശയമില്ല. ഇഫ്ക ചെയർമാൻ സെൻസൈ മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തച്ചമ്പാറ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് തേക്കത്ത് നാസർ, ഇഫ്ക സൈനുൽ ആബിദ്, ഫിറോസ് IM കുരിശി, നാഫി ഒറ്റപ്പാലം, അൽ തമീസ് പാലക്കാട്, അനൂപ്, ജോയൽ എന്നിവർ സംസാരിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 20ഓളം ക്ലബ്ബുകളിൽ നിന്നും 180ഓളം വിദ്യാർത്ഥികളാണ് വിവിധ കാറ്റഗറികളിൽ മത്സരിച്ചത്. വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി.